ബീന റാണിയിലേക്ക് വീണ്ടും പോകുന്നു. ബീന റാണി, നമ്മൾ ഏറെ ഇഷ്ടപ്പെട്ട ചില ചിത്രങ്ങൾ പോലും ഈ പുതിയ കാലത്ത് കാണുമ്പോൾ ഇതിങ്ങനെ ആകേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരൊറ്റ ശ്രീനിവാസൻ ചിത്രം പോലും അങ്ങനെയല്ല എന്ന് വ്യക്തമാണ്. അതായത് എല്ലാ കാലത്തിൻ്റെയും സിനിമക്കാരനായിരുന്നു ശ്രീനിവാസൻ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും കൃഷ്ണരാജ്, അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വർഷങ്ങൾ ഈ സന്ദേശമടക്കമുള്ള സിനിമകൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴും, ഓരോ രാഷ്ട്രീയ പ്രതിസന്ധി വരുമ്പോഴും, ഇല്ലെങ്കിൽ ഏതെങ്കിലും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോഴും എടുത്തു കാട്ടാൻ പറ്റുന്ന ചില സംഭാഷണ ശകലങ്ങൾ ഇപ്പോഴും സമൂഹത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണെന്ന് വേണം കരുതാൻ. സാധാരണക്കാരെ ചേർത്ത് നിർത്തി, അതായത് സാധാരണക്കാരെ ചിരിപ്പിക്കുന്നതും ഒപ്പം തന്നെ ചിന്തിപ്പിക്കുന്നതുമായ നിരവധി കഥാമുഹൂർത്തങ്ങളാണ് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് കാണാം. സിനിമയിലെ സമസ്ത മേഖലകളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു. എന്തായാലും ആദ്യം അദ്ദേഹം അഭിനയിക്കുന്നത് ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലാണ്. ആ ചിത്രം ആളുകളെ എത്രമാത്രം ചിരിപ്പിച്ചു എന്ന് നമുക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് ഓരോ സിനിമകളിലും അദ്ദേഹത്തിന്റെ വേറിട്ട ശൈലി, ഒരു വേറിട്ട വ്യക്തിത്വം, അല്ലെങ്കിൽ വേറിട്ട ഒരു രചനാരീതി, ഇതെല്ലാം അദ്ദേഹം അവലംബിച്ചിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എത്ര പറഞ്ഞാലും ഒരു തനതായ ഒരു ശൈലി മലയാള സിനിമയിൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. മലയാള സിനിമയുടെ ചരിത്രം തന്നെ എടുത്താൽ ഇത്രയധികം വ്യത്യസ്തമായ മേഖലകളിൽ, മലയാള സിനിമയിൽ തന്നെ വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ തന്നെ ചുരുക്കമാണ്. അദ്ദേഹം സംവിധാന രംഗത്തും ഒപ്പം തന്നെ അഭിനയ രംഗത്തും തിരക്കഥാ രചനയിലും എല്ലാം വ്യക്തിത്വം തെളിയിച്ച ഒരു പ്രതിഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമ കുറെ കാലമായി ശ്രീനിവാസൻ അസുഖബാധിതനായിരുന്നു എന്ന് ആയിരുന്ന മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ പ്രധാനപ്പെട്ട നടന്മാരായാലും സംവിധായകരായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ പുലർത്തിയിരുന്നു. അദ്ദേഹം പലതവണ ആശുപത്രിയിൽ ഇത്തരത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയുണ്ടായി. പിന്നീട് ഇന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ കനത്ത നഷ്ടം തന്നെയാണ്. അതായത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്ര വ്യത്യസ്തമായ രചനാ ശൈലി കൊണ്ടുവരുന്ന ആളുകൾ അധികമില്ല. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പല സിനിമകളും ഇപ്പോഴും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതും, സന്ദേശമടക്കമുള്ള സിനിമകൾ ഇപ്പോഴും ആളുകൾ യാതൊരു വിരസതയും ഇല്ലാതെ കണ്ടു തീർക്കുന്ന സിനിമയായി മാറുന്നതും അതിലെ സംഭാഷണങ്ങൾ വളരെ പ്രസക്തമാകുന്നതും, അതേപോലെ തന്നെയാണ് വടക്കു നോക്കിയന്ത്രം, തലയിണ മന്ത്രം തുടങ്ങിയ സിനിമകൾ മലയാളിയുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അതായത് മലയാളിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ അസൂയയും ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വെക്കുന്ന കണ്ണാടി പോലെ മലയാളി ചില സംഭവങ്ങളും എല്ലാം തന്നെ ഈ സിനിമകളിൽ അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളുമായി താതാത്മ്യം പ്രാപിക്കുന്നത് പോലെ, ഇല്ലെങ്കിൽ ഓരോ പ്രേക്ഷകനും അത് തന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളാണെന്ന രീതിയിൽ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രധാന വസ്തുത. എന്തായാലും അന്ന് തൊട്ട് ഏതാണ്ട് 48 വർഷത്തെ സിനിമ ജീവിതമാണ് അദ്ദേഹം ജീവിച്ചു തീർത്തത്. അദ്ദേഹത്തിന്റെ മക്കളും സിനിമാ മേഖലയിലായതിനാൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്തരം 2 മക്കളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം പിന്തുടർന്നു പോകാൻ അവരെ കൊണ്ടാകും എന്നതിനാൽ. അതുകൊണ്ടാണല്ലോ ബീന റാണി, ഒരുപക്ഷെ അതൊരു നിയോഗമായിരിക്കാം. തൻ്റെ മകൻ തിരക്കഥ എഴുതിയ ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്, കൈസേ ഹോ എന്ന ധ്യാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ സിനിമയിലാണ് ശ്രീനിവാസൻ അവസാനമായി അഭിനയിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും അദ്ദേഹം 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന ചിത്രമാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. അദ്ദേഹം മകൻ തിരക്കഥ എഴുതിയ ചിത്രത്തിലാണ് ഒടുവിലായി അഭിനയിച്ചത്. എന്തായാലും അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യമുണ്ടായിരുന്ന കാലം വരെ അദ്ദേഹം സിനിമാ മേഖലയിൽ വളരെ സജീവമായിരുന്നു. 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന ചിത്രം പോലും വലിയ ഹിറ്റായ ചിത്രമാണ്. സ്വന്തം ചിത്രങ്ങൾക്ക് പുറമെ മറ്റുള്ളവരുടെ ചിത്ര
ചിത്രങ്ങളുടെ തിരക്കഥയിലും ശ്രീനിവാസൻ വളരെ നന്നായി പ്രകടനം കാഴ്ചവെച്ച ഒരു വ്യക്തിയാണ്. എന്തായാലും അദ്ദേഹത്തിന് വടക്ക് നോക്കേന്ദ്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡും ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് സാമൂഹിക വിഷയത്തിനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ചിത്രമാണ് മഴയത്തു മുമ്പ്. 1995 അദ്ദേഹം തിരക്കഥ എഴുതിയ ഒരു ചിത്രമാണ്. ആ ചിത്രം വളരെയധികം പ്രശംസ നേടിയ ഒരു ചിത്രമാണ്. അദ്ദേഹത്തിന് തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളല്ല, അതിനേക്കാട്ടിലുപരി മലയാളി ഏറ്റെടുത്ത ചിത്രങ്ങളാണ് ശ്രീനിവാസന്റേത് എന്ന് കാണാം. പല ചിത്രങ്ങളും 100-ലധികം ദിവസങ്ങൾ തിയേറ്ററുകളിൽ ഓടിയ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങളെല്ലാം തന്നെ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നു എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റേ ഏതൊരു തിരക്കഥയും ഇത്രത്തോളം ആഘോഷിച്ചിട്ടുണ്ടാവില്ല മലയാളികൾ. മറ്റൊന്നും കൊണ്ടല്ല, അത് മലയാളിയുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നു. ചിരിക്കുന്നതും ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ചിത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അത് മലയാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മലയാളി ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് അത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടുന്നത് തന്നെയാണ്. മലയാള ചലച്ചിത്ര ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. പകരം വെക്കാനാകാത്ത ഒരു പ്രതിഭയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നല്ല നല്ല ചിത്രങ്ങൾ കാഴ്ചവെക്കുകയും നല്ല നല്ല ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ നല്ല നല്ല ചിത്രങ്ങൾ പുറത്തു വരികയും അതിലേറെയും ശ്രീനിവാസന്റെ കയ്യൊപ്പ് പതിഞ്ഞ ചിത്രങ്ങളായിരുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. ശ്രീനിവാസൻ ചിത്രം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഒരുപക്ഷെ ഹാസ്യാത്മകമായി വരുമ്പോൾ പോലും നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ ചിന്തിപ്പിക്കേണ്ടതായ ചില കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായ ചില വസ്തുതകൾ, അത് സമൂഹത്തിലേക്ക് തിരിച്ചു വെച്ച ഒരു കണ്ണാടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതൊരു ഹാസ്യ ചിത്രമാണെന്ന് തോന്നുമെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കോർത്തിണക്കി, ഇല്ലെങ്കിൽ വളരെ സൂക്ഷ്മമായി സമൂഹത്തിലെ അപ്പോഴത്തെ സാഹചര്യങ്ങളെ കുറിച്ചും മറ്റും വ്യക്തമാക്കുന്ന സിനിമകളായിരുന്നു. അത് തിരക്കഥയിലെ ഒരു ബ്രില്യൻസ് തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ. സാധാരണ കഥ എഴുതി പോവുകയല്ല അദ്ദേഹം ചെയ്യുന്നത്, ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും. ഒരുപക്ഷെ ഈ പാട്ടെഴുത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എന്ന പോലെയായിരുന്നു സിനിമ എഴുത്തിൽ ശ്രീനിവാസൻ. തിരിച്ചും പറയാം, അതായത് ഒരു കഥയും തിരക്കഥയായി പൂർത്തിയാക്കുമായിരുന്നില്ല. ചിലപ്പോൾ ഷൂട്ടിംഗ് ഒരു വശത്ത് നടക്കുമ്പോഴായിരിക്കും മാറിയിരുന്ന് അടുത്ത സീൻ എഴുതുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവുമായി ചേർത്ത് വായിച്ചാൽ, അതായത് പ്രിയദർശൻ ഈ വെള്ളാനകളുടെ നാട് എന്ന സിനിമയുടെ കഥ പറയുമ്പോൾ പൊട്ടിത്തെറിച്ചു എന്നാണ്. പക്ഷേ അത് സിനിമയായി വരുമ്പോൾ മാറിയിരുന്ന് സീൻ ഓരോന്നായി എഴുതി പ്രിയദർശൻ്റെ അടുത്തെത്തിക്കുമ്പോൾ പ്രിയദർശൻ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. അതായത് ഒരു തരത്തിലും സിനിമയാക്കപ്പെടും എന്ന് തോന്നിപ്പിക്കാത്ത കഥകൾ, പ്രമേയങ്ങളെപ്പോലും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അതേസമയം ചിന്തിപ്പിക്കുന്ന വരികളാക്കി മാറ്റാനും അത് അഭിനയിപ്പിച്ച് മനോഹരമായൊരു സിനിമയാക്കി കയ്യടി നേടാനും ആ കഥ പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കാനും കഴിയുന്ന വിധത്തിൽ ഒരാൾക്ക് എഴുതാൻ കഴിയുന്നുവെങ്കിൽ, ഒരാൾക്കത് അവതരിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനപ്പുറം മലയാള സിനിമയിൽ എന്തടയാളപ്പെടുത്തലാണ്? തീർച്ചയായും കൃഷ്ണരാജെ, ശ്രീനിവാസൻ കൂടുതലായും സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ, കമൽ എന്നിവരുമായി ചേർന്നാണ് ഏറെ ശ്രദ്ധേയമായ, അല്ലാതെയും ചിത്രങ്ങളുണ്ട്, ഏറെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പുറത്തിറക്കിയത് എന്ന് മനസ്സിലാക്കാം. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളായിരിക്കും പല ചിത്രങ്ങളിലും പ്രമേയമെങ്കിലും അത് സാമൂഹ്യ പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും അതിൽ എങ്ങനെയൊക്കെയോ അദ്ദേഹം ചേർക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സാമൂഹിക പ്രശ്നങ്ങളും അത്തരത്തിലുള്ള സമൂഹത്തിലെ ചില കാര്യങ്ങളെ കുറിച്ചുള്ള നിരീക്ഷണങ്ങളും കൂടിയാകുമ്പോൾ പ്രേക്ഷകനത് പൂർണ്ണമായും അതുമായി താതാത്മ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ കുടുംബ ചിത്രങ്ങൾ എന്ന പേരിലും ഹാസ്യ ചിത്രങ്ങൾ എന്ന പേരിലും അദ്ദേഹം ഇറക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ അത്തരത്തിലൊരു നിരീക്ഷണത്തിന് വിധേയമാകാവുന്നതാണെന്ന് നമുക്ക് കാണാം. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ പൂച്ചക്കൊരു മൂക്കുത്തിയാണ് അദ്ദേഹം ആദ്യം എഴുതിയ തിരക്കഥ. ആ തിരക്കഥ പ്രിയദർശനുമായി ചേർന്നാണ് അദ്ദേഹം ചെയ്യുന്നത്. ആ സിനിമ ചെയ്യുന്നത്. ആ സിനിമ വഴിയാണ് അദ്ദേഹം മലയാള സിനിമയിൽ സ്വന്തമായി ഒരു തട്ടകം ഉണ്ടാക്കുന്നത്. മലയാള സിനിമയിൽ ഇടയിൽ വന്ന ഹാസ്യ ചിത്രങ്ങളിലെല്ലാം തന്നെ ശ്രീനിവാസന്റെ ഇത്തരത്തിലുള്ള കയ്യൊപ്പുണ്ടായിരുന്നു.
ആ, ആ, അതുകൊണ്ട് തന്നെ ശ്രീ ശ്രീ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ, പിന്നീട് ഇറങ്ങിയ ചിത്രങ്ങൾ, അതായത് സ്വന്തം തട്ടകം ഉറപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇറക്കിയ ചിത്രങ്ങളെല്ലാം തന്നെ ആ, ആ, ഇത്തരത്തിലുള്ള ചില ഹാസ്യ മേമ്പൊടികൾ കൊണ്ട് അലങ്കരിച്ചവയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന ചിത്രത്തിലെ ഹാസ്യപ്രധാനമായ ഒരു ചിത്രം വഴി അദ്ദേഹം തുടക്കം കുറിച്ചെങ്കിൽ പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെതായി വന്ന തിരക്കഥകളിലെല്ലാം തന്നെ ഹാസ്യത്തിനോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ നിരീക്ഷണങ്ങൾ, അതായത് സാമൂഹ്യ പ്രശ്നങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ ഭംഗിയായി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ഒരു ബ്രില്യൻസിന്റെ ഒരു അപ്ഡേഷനാണ്. അത് മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം പിന്നീട് നിർമ്മിച്ച തിരക്കഥ എഴുതിയ ചിത്രങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള സാമൂഹ്യ നിരീക്ഷണങ്ങളും ഒപ്പം തന്നെ കുടുംബ പ്രേക്ഷകരെ ചിന്തിപ്പിക്കുന്നതുമായ ചിത്രങ്ങളാണെന്ന്. അതായത് 48 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളാകട്ടെ, അദ്ദേഹം എഴുതിയ തിരക്കഥയാകട്ടെ, അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകളാകട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായി വരികയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിനറാണി, അതായത് 4 പതിറ്റാണ്ട് പിന്നിടുകയാണ്, 41 വർഷമാവുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ ഓടരുതമ്മാവ ആളറിയാം, പ്രിയദർശൻ ചിത്രം എന്നാണ് മനസ്സിലാക്കുന്നത്. നോക്കൂ, അതിനും എത്രയോ നാൾ മുന്നേ ഒരുപക്ഷെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടറായി അല്ലെങ്കിൽ പുറത്തറിയാത്ത തിരക്കഥാകൃത്തായി എഴുത്തിൽ അദ്ദേഹത്തിൻ്റെ എത്രയോ കഥകൾ സിനിമകളായി വന്നിട്ടുണ്ട് എന്ന സംശയം പലരും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹം എഴുതാൻ ആരംഭിച്ചത് തീർച്ചയായും അതിനു മുന്നേ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിന്റെ രചനാ ശൈലി മലയാളിക്ക് മനസ്സിലായത് തിരക്കഥ രചനയിലൂടെയാണെന്ന് മാത്രം. അദ്ദേഹം തീർച്ചയായും ഇത് കൂടാതെ തന്നെ അദ്ദേഹം ലേഖനങ്ങളും ഒപ്പം തന്നെ സിനിമ തിരക്കഥകളും ഒക്കെ രചിച്ചിട്ടുണ്ടാവും. പക്ഷെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വന്ന കാലഘട്ടങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയതും പിന്നീട് ശ്രദ്ധിക്കപ്പെട്ടതുമായ നിരവധി തിരക്കഥകൾ പിന്നിട്ട കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത്. അതായത് ഏകദേശം ഈ ഓടരുതമ്മാവ, ആളറിയാം തുടങ്ങിയ സിനിമ മുതൽ അദ്ദേഹത്തിന്റെ ഹാസ്യം ആളുകൾ ആസ്വദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമകൾ, അതായത് സന്ദേശം, ചിന്താവിഷ്ടയായ ശ്യാമള, ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയൊക്കെ തന്നെ വളരെയധികം സമകാലിക ഒരു കാലാവസ്ഥയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചില സ്വഭാവ സവിശേഷതകളെ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയായിരുന്നു. ആ സിനിമയൊക്കെ തന്നെ എത്രത്തോളം ആളുകൾ അംഗീകരിച്ചു എന്ന് അക്കാലഘട്ടത്തിൽ ആ സിനിമ ഓടിയ ചരിത്രമൊക്കെ നോക്കിയാൽ മനസ്സിലാകും. എന്തായാലും ഇത്തരത്തിലുള്ള സിനിമകൾ വളരെ, അതായത് അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമകൾ പുറത്തു വരുന്ന സമയത്ത് ആണ് ഇത്തരത്തിലുള്ള സിനിമകളിൽ ആളുകൾ എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള ആ കാലഘട്ടത്തിൽ മനസ്സിലായത്. അദ്ദേഹം സിനിമയിൽ നിന്ന് ഏറെക്കുറെ പിന്നോട്ട് പോയ കാലഘട്ടത്തിലാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് എന്താണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് സിനിമയിലുള്ള ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ആ ഒരു തിരക്കഥ, അത്തരത്തിൽ നല്ലൊരു ശക്തമായ തിരക്കഥ, സാമൂഹ്യ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടിയുള്ള തിരക്കഥ, അതൊക്കെ എത്രത്തോളം സിനിമ മേഖലയിൽ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്ന അദ്ദേഹത്തിന്റെ അഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രചിച്ച മിക്ക സിനിമകളും ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന്. അദ്ദേഹം മാറി നിന്ന കാലഘട്ടം പരിശോധിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ശ്രീനിവാസൻ എന്നത് ഒരു അവിഭാജ്യ ഘടകമായിരുന്നു എന്നതിന് ഒരു തർക്കവുമില്ല. അദ്ദേഹത്തെ പോലെ ഒരു പ്രതിഭ മലയാള സിനിമയിൽ ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. എന്തായാലും ശ്രീനിവാസന്റെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ അന്ത്യം വലിയൊരു വിടവാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബിനറാണി, അതായത് ഈ അഭിനയിക്കുക എന്നതായിരുന്നു ശ്രീനിവാസന്റെ ഏറ്റവും വലിയ സ്വപ്നം, അഭിനയിച്ച് തുടരുക എന്നതായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പഞ്ചവടിപ്പാലം പോലുള്ള സിനിമകളിൽ മിന്നിമറഞ്ഞ വേഷങ്ങളായിരുന്നു ശ്രീനിവാസൻ്റേത്. എന്നാൽ പ്രിയദർശൻ ചെന്നൈയിൽ സ്ഥിരതാമസക്കാരനായ ശ്രീനിവാസനെ തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നു. എൻ്റെ സിനിമയ്ക്ക് നിങ്ങൾ തിരക്കഥ എഴുതിയേ തീരൂ. പക്ഷേ ശ്രീനിവാസൻ അഭിനയമാണല്ലോ താല്പര്യം, അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പ്രിയദർശൻ തന്നെ പറയുന്നു, അങ്ങനെ തിരക്കഥ എഴുതി തന്നാൽ നല്ലൊരു വേഷം തരാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ തിരക്കഥ എഴുതുന്നു. ഒരുപക്ഷെ പ്രിയദർശനാണ് ശ്രീനിവാസനെ ഒരു ഒന്നാം തരം
അതിഗംഭീര തിരക്കഥാകൃത്താക്കി മാറ്റിയത്? തീർച്ചയായും പ്രിയദർശനൊപ്പമുള്ള സിനിമകളിലൂടെയാണല്ലോ അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. അദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂച്ചയ്ക്കൊരു മൂക്കുത്തി തുടങ്ങി ആ കാലഘട്ടങ്ങളിൽ മഴ പെയ്യുന്നു, മദ്ദളം കൊട്ടുന്നു, അത്തരത്തിൽ കുറെ സിനിമകൾ പ്രിയദർശനുമായി ചേർന്ന് സംഭവിച്ചതിന് ശേഷം മാത്രമാണ് അദ്ദേഹം മറ്റുള്ള രീതിയിലേക്കുള്ള തിരക്കഥയിലേക്ക് കടന്നതെന്ന് കാണാം. എന്തായാലും പ്രിയദർശനുമായിട്ടുള്ള ഒരു അടിസ്ഥാനമാണ് അദ്ദേഹത്തെ ആ സിനിമയിലേക്ക് എത്തിച്ചത്. ഒപ്പം തന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ രചനകൾ കൂടുതൽ വൈഭവമുള്ളതായി മാറാനും സാധിച്ചതെന്ന് കാണാം. അതായത് സാധാരണക്കാരുടെ ഒരു അസാധാരണ കഥകൾ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അസാധാരണമായ രീതിയിൽ അത് അവതരിപ്പിച്ച ഒരു കഥാകാരനായിരുന്നു അദ്ദേഹം. പ്രിയദർശന്റെ അടിസ്ഥാനത്തിൽ നിന്ന് തുടങ്ങി അദ്ദേഹം ഉയർന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിൽ തന്നെ വലിയ വ്യത്യാസം വന്നു. ഒപ്പം തന്നെ പല സിനിമകളും അദ്ദേഹം ഹാസ്യവേഷങ്ങളിൽ അഭിനയിക്കുമ്പോഴും അതൊരു നേരത്തെ നടൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു രീതി അത് ആളുകളെ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ചിരിക്കുന്ന ഒരു രീതിയിലേക്കുള്ള പല കഥാപാത്രങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഉദയനാണ് താരം തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹം വളരെ നർമ്മപ്രധാനമായ വേഷമാണ് കൈകാര്യം ചെയ്തത്. അങ്ങനെ ചില സിനിമകൾ എടുത്തു നോക്കുമ്പോൾ തന്നെ ശ്രീനിവാസന്റെ അഭിനയശേഷി അല്ലെങ്കിൽ ഹാസ്യ അഭിനയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവ് പ്രകടമാകുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ബഹുമുഖ പ്രതിഭ തന്നെയല്ലേ അദ്ദേഹം സംവിധായകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമയിൽ ഇത്തരത്തിൽ വൈവിധ്യമാർന്ന ചിത്രങ്ങൾ ചെയ്ത പലരും ഉണ്ടാവും, വൈവിധ്യമാർന്ന തിരക്കഥകൾ എഴുതിയ പലരും ഉണ്ടാവും. പക്ഷെ ഇത്രത്തോളം ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മലയാളി ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല സാഹചര്യങ്ങളിലും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഇങ്ങനെ ഒരു കാര്യം നേരത്തെ ശ്രീനിവാസൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഇതേ സന്ദർഭമാണല്ലോ ഇപ്പോഴും നടക്കുന്നത് എന്ന് ചിന്തിക്കുന്ന രീതിയിലുള്ള കഥകൾ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള തിരക്കഥകൾ രംഗത്ത് കൊണ്ടുവന്നത് ശ്രീനിവാസൻ മാത്രമാണെന്ന് കാണാം. ഇപ്പൊ സന്ദേശം എന്ന സിനിമയെക്കുറിച്ച് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു. സന്ദേശം എന്ന സിനിമയിലെ പല സംഭാഷണങ്ങളും പിന്നീട് പലപ്പോഴും എടുത്തു പ്രയോഗിക്കുന്ന അത് ഇന്ന രാഷ്ട്രീയം എന്നില്ല, ഏത് രാഷ്ട്രീയക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ആ കുടുംബ ബന്ധങ്ങളും രാഷ്ട്രീയം നശിപ്പിക്കുന്ന ചില കുടുംബ ബന്ധങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്ന സാഹചര്യങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കാലവും ഓർത്തു വെക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഓർത്തു വെക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ എന്ന കാര്യത്തിൽ സംശയമില്ല. മലയാളികളുടെ ഒരു പ്രിയപ്പെട്ട നടനും തിരക്കഥാകൃത്തും എന്ന ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയുന്ന ഒരാളാണ് ശ്രീനിവാസൻ. റാണി, നോക്കൂ, ഈ ജനപ്രിയ സിനിമകൾ എന്ന പേരിൽ എത്രയോ കുമിളകൾ മുളച്ചു പൊട്ടുന്നുണ്ട്. അപ്പോഴാണ് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ജനപ്രിയ സിനിമകളുടെ ബദൽ ശ്രീനിവാസൻ അവതരിപ്പിച്ചത്. അത് തുടക്കം മുതൽ ഒടുക്കം വരെയും അങ്ങനെ തന്നെയായിരുന്നു. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ഒരു കണക്കെടുത്താൽ തന്നെ മനസ്സിലാകും. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനം, അതുപോലെ തന്നെ അത്തരത്തിൽ നാടോടിക്കാറ്റ്, തലേണ മന്ത്രം തുടങ്ങി വരവേൽപ്പ് തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വളരെ രസിപ്പിക്കുന്ന ചിത്രം.